മാനസമൈനാ മൈനെ, എന്നെ തള്ളിക്കളയില്ലേ നീ? വേണ്ട, ഞാനല്ല, മാനസയാണ് സിദ്ധുവിന് വലുത്. അങ്ങനെ ആവണം, അതാണ് ശരി. അവളുടെ കണ്ണീരിന് ഞാനൊരു കാരണമാവരുത്. സ്വന്തം ജന്മത്തിനോടും വിധിയോടും ഒക്കെ തോറ്റു നിൽക്ക അവള്. അവളുടെ കണ്ണീരിനേക്കാൾ മഹത്വം ഇല്ല മൈനയുടെ സ്വപ്നങ്ങൾക്ക്. മൈനെ, നീ എന്നെ കുറിച്ച് ഓർക്കാത്ത എന്താ? ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവാത്ത എന്താ? എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാക്കണ്ട. സിദ്ധു, 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 ഇത് എന്തൊരു ഉറക്കോ ഇത്? എഴുന്നേറ്റേ. ആഹാ, സിദ്ധു, സിദ്ധു, എഴുന്നേക്ക്. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. എഴുന്നേറ്റേ, എഴുന്നേൽക്ക്. എന്താ ഇത്? എഴുന്നേൽക്ക്. ഗുഡ് മോർണിംഗ്. ഈ ചായ കുടിച്ചേ. ഗുഡ് മോർണിംഗ്. ആഹാ, ഇതെപ്പോ ചേഞ്ച് ചെയ്തു? എന്ത്? ഈ ഡ്രസ്സേ. ഈ ഡ്രസ് എപ്പോ ചേഞ്ച് ചെയ്തു? ഇതല്ലല്ലോ ഇന്നലെ. ഇന്നലെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോയോ? ഇന്നലെ രാത്രി ഞാൻ അറിയാതെ എവിടേക്കെങ്കിലും പോയോന്ന്? ഞാനെവിടെ പോവാനാ? നീ വെറുതെ നീ ചെന്ന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നൊക്കെ അന്വേഷിക്കും. ചെല്ലേ. പിന്നെയും കിടന്ന് ഉറങ്ങാനാ? എഴുന്നേറ്റ് ഫ്രഷ് ആവ്. ഓക്കെ മാഡം, ചെല്ലേ. അയ്യോ, കുഞ്ഞെന്തിനാ വന്നേ? എങ്ങനാ? സിദ്ധു സാറിന്റെ മധുരമൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ അല്ലേ? ഇനി എന്താ വേണ്ടത്? ഒന്നും വേണ്ട. കുഞ്ഞിവിടെ നിന്ന് വെറുതെ ഈ ചൂട് കൊള്ളുന്ന എന്തിനാ? ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോ ഞാൻ വന്ന് പറഞ്ഞോളാം. ഞാനങ്ങനെ അടുക്കള കയറാത്ത ആളാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അയ്യോ ഇല്ല. പിന്നെ ആന ചേച്ചിക്ക് എന്നെ കണ്ടപ്പോ തോന്നിയോ? എന്റെ പൊന്നു കുഞ്ഞെ, മാപ്പ്. ഇങ്ങത്താ, ഞാൻ കട്ട് ചെയ്യാം. വേണ്ട വേണ്ട വേണ്ട. സാരമില്ല, ഇങ്ങത്താ. ആനച്ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ കെട്ടിയവനും 3 മക്കളും. 3 പെൺകുട്ടികളാ. വലിയ കുട്ടികളാ? പിന്നെ മൂത്തയാൾക്ക് 2 കുട്ടികളായി. അവളുടെ ഇളയ കൊച്ചിന് ഈ വരുന്ന ആഴ്ച 6 മാസം തികയും. അവളുടെ കാര്യം കഷ്ടോ കുഞ്ഞെ. ഈ 2ാമത്തെ കുഞ്ഞിന് ഗർഭിണിയായപ്പോ തൊട്ടാ അവളുടെ കെട്ടിയവനെ അടുത്തോട്ടായത്. എന്ന് വെച്ചാ എന്റെ മോളെ അവൻ ചതിച്ചു തുടങ്ങിയെന്ന്. അവന് ലോറിയുടെ ഡ്രൈവർ പണിയാ. നേരെ കാണുമ്പോ എന്റെ മോളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ വലിയ സ്നേഹമാ. എന്നാ കുടുംബത്തിന്ന് ഇറങ്ങിയ ചെക്കന്റെ പോക്ക് എങ്ങോട്ടാണെന്നാ. അവന് വേറൊരുത്തിയായിട്ട് ലോഹിയുണ്ടെന്ന്. അവക്ക് വയറ്റിലുണ്ടെന്നാ കേൾക്കുന്നത്. കുറെ കാലമായി അവന് ഏർപ്പാട് തുടങ്ങിയിട്ട്. പാവം എന്റെ മോളതറിഞ്ഞില്ല. ഇപ്പൊ മോൾ അനുചേച്ചിയുടെ കൂടെയാണോ?
അല്ല, അങ്ങനെ അങ്ങ് ഇട്ടേച്ച് പോരാൻ പറ്റുമോ? 2 കൊച്ചുങ്ങളില്ലേ? ഈ ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല കുഞ്ഞെ. കൊരങ്ങന്മാരുടെ സ്വഭാവ. ചിരിയും കളിയുമായി ഒരു മരത്തിലിരിക്കും, വേറൊന്ന് കാണുമ്പം അങ്ങോട്ട് ചാടും. പക്ഷേ കുഞ്ഞും ഭാഗ്യം ചെയ്ത പെണ്ണ. സിദ്ധു സാറിന്റെ സ്നേഹം കലർപ്പില്ലാത്തതാ. അല്ല, സിദ്ധു സാറ് നല്ലവനായില്ലെങ്കിലേ അതിശയുള്ളൂ. ഹരിസാറ് കുഞ്ഞിനെ സെലക്ട് ചെയ്തതല്ലേ. നമുക്കെന്തെങ്കിലും സങ്കടം വന്നാലോ ആപത്ത് വന്നാലോ ചോദിക്കാനും അന്വേഷിക്കാനും ആങ്ങളെയായി ഒരാള് വേണം കുഞ്ഞെ. അതാ ഏറ്റവും വലിയ ഭാഗ്യം. കുഞ്ഞിന് ആ ഭാഗ്യമുണ്ട്. ഹരിസാറിന്റെ കൂടപ്പിറപ്പായി ജനിക്കണമെങ്കിൽ ഭാഗ്യം ചെയ്യണം കുഞ്ഞ്. ഒരാളും ഇത്രത്തോളം കൂടപ്പിറപ്പിനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല കുഞ്ഞ്. കുഞ്ഞു ഹോസ്പിറ്റലിൽ കിടന്ന് അനുഭവിച്ച വേദനയെക്കാളും ഹരിസാറ് ഈ വീട്ടിൽ കിടന്ന് അനുഭവിച്ചു. ഞാനത് കണ്ടതാ. അയ്യോ, എന്തു പറ്റി കുഞ്ഞെ? കണ്ണു നിറഞ്ഞല്ലോ. ഒന്നുമില്ല. ചേച്ചിയുടെ മകൾക്ക് പിറന്ന കുഞ്ഞ് ആൺകുട്ടിയാണോ? പെങ്കൊച്ച. അവൾക്ക് പെങ്കൊച്ച് വേണോന്നായിരുന്നു ആഗ്രഹം. എനിക്കും. ഒക്കെ ദൈവത്തിന്റെ നിശ്ചയ കുഞ്ഞെ. വിഷമിച്ചിട്ട് എന്തിനാ? റെഡി ആയില്ലേ അനി? സിദ്ധുവിന് ചായ കൊടുത്തോ? ഹരിയേട്ടൻ എഴുന്നേറ്റു. സിദ്ധുവിനെ കാണാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. നീ കണ്ടില്ലേ? ഇല്ല. ഞാനിപ്പോ വരാട്ടോ. എഴുതി. ഹരിയേട്ടന് ഞാൻ കൊടുക്കാം. അനി, എന്താ അവളുടെ കണ്ണു നിറഞ്ഞത്? നീ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല ചേച്ചി. ദേ, കുഞ്ഞ് ഗർഭമെന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ. അയ്യോ, ഞാൻ മിണ്ടിയിട്ട് കൂടിയില്ല. മനസ്സേ, 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 മനസ്സാ, മനസ്സേ, മനസ്സാ. മനസ്സാ, എഴുതി. മനസ്സാ, അയ്യോ മനസ്സാ. എഴുതി. എന്താ ഇത്? മനസ്സാ, ഒന്നുമില്ല. ഞാനിവിടെ ഉണ്ട്. സിദ്ധു. എഴുതി. എഴുതി. എന്താ ഇത്? നീ പേടിക്കാതെ. പ്രശ്നമൊന്നുമില്ല. പഴയത് ഓർമ്മയില്ല. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ എല്ലാം ശരിയായിക്കോളും. എഴുതി. മനസ്സാ. ഹരിയേട്ടൻ, ഹരിയേട്ടൻ വരുവാ. എന്നെ കൊല്ലാൻ വരുവാ. സിദ്ധു, നമ്മുടെ കുഞ്ഞ്. അയ്യോ സിദ്ധു, സിദ്ധു.
പരിഭ്രമിക്കേണ്ട, അവൾ നോർമലായി. നിന്നെ എന്തിനാ ഹരിയേട്ട എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? എന്നെ എന്തിനാ ഒരു ശത്രുവായിട്ട് കാണുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ? തെറ്റുകൾ അതെന്നും ഹരിശങ്കർ എന്ന് എനിക്ക് മാത്രം സംഭവിക്കുന്നതാ. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നത് തെറ്റ്. ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് കരുതുന്നത് തെറ്റ്. ആ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി എന്റെ മനസ്സ് കൊതിക്കുന്നത് തെറ്റ്. പിന്നെ എന്റെ മനസ്സിൽ നിനക്കെന്റെ കൂടപ്പുറപ്പിന്റെ സ്ഥാനം നൽകിയതും തെറ്റ്. അല്ലേ സിദ്ധാർത്ഥ? എപ്പോഴും തെറ്റ് ചെയ്യുന്നവൻ ഞാനാ. ഹരിയേട്ടാ, അത് സ്നേഹിക്കുന്നവർക്ക് ഒരാപത്തും വരത്തില്ല എന്ന് പ്രാർത്ഥിക്കും. സ്നേഹിക്കുന്നവര് നെഞ്ചിൽ കുത്തിയാൽ വേദനിക്കും. അത്രേ ഉള്ളൂ ഈ ഹരിയേട്ടൻ. എനിക്കറിയാം, എല്ലാം ഒരൊറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ അവസാനിപ്പിക്കാം ഈ കീറാമാറാപ്പൊക്കെ. ആര് മരിച്ചാലും വേദനിച്ചാലും എനിക്കെന്താന്നങ്ങ് വിചാരിച്ചാ മതി. എനിക്കെന്റെ ഭാര്യയും മകളെയും മാത്രം ഓർത്താ മതി. എന്റെ മാത്രം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിച്ചാ മതി. എന്താ പോരെ? പക്ഷെ എനിക്കതിന് കഴിയില്ലല്ലോ. അതല്ലേ എന്റെ തെറ്റ്. ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയ തീർന്നു. പിന്നെ എന്ത് ജീവിതമാടോ? നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കിയും അവർക്ക് വേണ്ടി പലതും മറന്നും പുറത്തും ഇടയ്ക്കൊന്ന് അവരെയൊക്കെ ഓർത്ത് കണ്ണു നിറഞ്ഞും കരയാതെ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചും കഴിയുമ്പോഴല്ലേ, അപ്പോഴല്ലേ ഒരു ജീവിതം എന്ന് പറയാൻ പറ്റൂ. സ്വന്തം സുഖവും മനസ്സമാധാനവും മാത്രം കരുതി കഴിയുന്നതിനെ ജീവിതം എന്ന് വിളിക്കാനാവൂ? അത് വെറും സ്വാർത്ഥതയെന്നേ പറയാൻ പറ്റൂ, ജീവിതമൊന്നല്ല. നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. സിദ്ധാർത്ഥ, നീ നിന്റെ സമാധാനത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുന്നു. വേണ്ടേ? ഒരിക്കലെങ്കിലും സ്വന്തം സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണ്ടേ ഹരിയേട്ടാ? അതെങ്ങനെയാ ഒരു തെറ്റാവാ? തെറ്റെന്നല്ല, നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോ നോവുന്നത് മറ്റു പലർക്കുവാ. ക്ഷമിക്കണം, ഒരു മെഴുകുതിരിയെ പോലെ സ്വയം ഒരുകി മറ്റുള്ളവർക്ക് പ്രകാശം നൽകാനും മാത്രമുള്ള മാനസിക വലിപ്പമൊന്നും എനിക്കില്ല. ആ പ്രകാശമേറ്റ് സന്തോഷിച്ചവരാരും പിന്നീട് ഒരിക്കൽ പോലും ആ ഉരുകി തീർന്ന മെഴുകുതിരിയെ കുറിച്ച് ഓർക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും ഓർത്താൽ തന്നെ അടുത്ത പ്രകാശം വരും വരെയുള്ളൂ ആ ഓർമ്മകൾക്ക് സ്ഥാനം. അറിയോ ഹരിയേട്ടന്, ഇപ്പോ അബോധാവസ്ഥയിൽ പോലും മാനസ എന്താ പറഞ്ഞെന്ന്? ഹരിയേട്ടൻ മനഃപൂർവ്വം അവളെ തള്ളിയിട്ടതാന്നാ. ഹരിയേട്ടനെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം പണ്ട്. അവൾ ഒരു ഭാര്യയാവുന്നതിനും ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുന്നതിനും മുമ്പ്. ഇന്നാ മനസ്സിൽ നിങ്ങളില്ല. നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ആയിരിക്കാം. ആയിരിക്കാം നല്ല ഹരിയേട്ടാ, അതാണ് സത്യം. എന്നുവെച്ച് ഞാൻ എന്റെ കുട്ടിയെ അറിഞ്ഞുകൊണ്ട് തള്ളിക്കളയണോ? അവളെ ഒരു ഭ്രാന്തിയാക്കി മാറ്റണോ? പറയാ, അങ്ങനെ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അതിനല്ല ഞാൻ ഇത്രയും കാലം നെഞ്ചിലിട്ട് വളർത്തിയത്. അപ്പൊ മൈനയെയോ? ഈ വീട്ടിലെ എല്ലാം ആയിരുന്നില്ലേ മൈന? അവളെയും ഈ നെഞ്ചോട് ചേർത്ത് തന്നെയല്ലേ ഹരിയേട്ടൻ വളർത്തിയത്? അവളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അത് നീ അറിയേണ്ട കാര്യമില്ല. നിനക്ക് ഞാൻ കൈപിടിച്ചു തന്നത് മാനസയാ, മൈനയല്ല. എനിക്കറിയണം, അവളെന്റെ കുഞ്ഞിന്റെ അമ്മയാ. സിധു, നിന്റെ ഈ ചിന്തയും പെരുമാറ്റങ്ങളും എപ്പോഴെങ്കിലും മാനസ അറിഞ്ഞാൽ, അക്കാരണത്താൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓർക്കാനാവില്ല എനിക്ക് നിന്നോട്. നീ ചോദിച്ചില്ല എന്നോട് ഞാൻ നിന്നെ ശത്രുവായിട്ടാണോ കാണുന്നതെന്ന്? എന്റെ മാനസയുടെ, എന്റെ മൈനയുടെ കണ്ണ് നനയിക്കുന്നത് ആരായാലും അവരെനിക്ക് ശത്രുവാ. ഒരിക്കലും ക്ഷമിക്കാനാവാത്ത വെറും ശത്രുക്കൾ. ഹരിയേട്ടനൊന്നും നിന്നേ. മാനസയുടെയും മൈനയുടെയും കണ്ണ് നനയിക്കുന്നത് ആരാന്നറിയാമോ ഹരിയേട്ടന്? അത് നിങ്ങൾ തന്നെ. ഇന്ന് അവരെ കരയിക്കുന്നത്
നിങ്ങളുടെ ഒറ്റയാളാണ്. നിങ്ങളുടെ ശത്രു. ഒരപേക്ഷയുള്ളൂ, ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുത് നിങ്ങൾ അവരെ. പറഞ്ഞല്ലോ, ഒരു കൂടപ്പിറപ്പിന്റെ സ്ഥാനം എനിക്കുള്ളതെന്ന്. അതെ, കൂടപ്പിറപ്പ് തന്നെയാ എനിക്കും ഹരിയേട്ടൻ. ഞാൻ എന്നും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൂടപ്പിറപ്പ്. എന്നും ഈ നിഴല് പറ്റി ജീവിക്കാൻ കൊതിക്കുന്ന കൂടപ്പിറപ്പ് ഹരിയേട്ടൻ. ഞാൻ സ്വന്തം സഹോദരൻ. അല്ലാതെ ഹരിയേട്ടന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ഹരിയേട്ടന്റെ വാക്കുകൾ മാത്രം അനുസരിക്കുന്ന വേറൊരു യന്ത്രമല്ല സിദ്ധാർത്ഥൻ. ജീവനുള്ള ഒരു മനുഷ്യനാണ്. ഹരിയേട്ടന്റെ പോലെ വലിയ മനസ്സോ കാഴ്ചപ്പാടോ ഒന്നും എനിക്കില്ലായിരിക്കാം. പക്ഷേ എനിക്കുണ്ട് ഹരിയേട്ട സ്വപ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ. അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയണം. അല്ലാതെ സ്നേഹം എന്നുള്ളത് ചുവരിലെറിഞ്ഞ പന്ത് പോലെ ഇരട്ടി വേഗത്തിൽ തിരികെ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. എന്നെ ശത്രുവായോ എങ്ങനെ വേണമെങ്കിലും ഹരിയേട്ടന് കാണാം. അത് ഹരിയേട്ടന്റെ ഇഷ്ടമാണ്. പക്ഷേ ഒന്നോർത്താൻ നന്ന്, കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിൽ പോലും മാനസയ്ക്കും മൈനയ്ക്കും നിങ്ങളൊരു ശത്രുവായി മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കൂടുതൽ വേദനിക്കാൻ പോവുക ഹരിയേട്ട. എല്ലാ സങ്കടങ്ങളെയും കൂടി തുറന്നൊന്ന് വിട്ടൂടെ നിങ്ങൾക്ക്? അല്ലെങ്കിൽ എന്നും നഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും. നല്ല പ്രയോഗം. സങ്കടങ്ങളെ കൂട് തുറന്നു വിടുക. സിദ്ധു, ഹരിയേട്ടന്റെ സങ്കടങ്ങളെന്ന് പറയുന്നത് ഹരിയേട്ടന്റെ സ്വപ്നങ്ങളുടെ ശേഷിപ്പുകളാ. നീ ഉൾപ്പെടുന്നവരുടെ ജീവിതങ്ങളാ. എല്ലാം കൂട് തുറന്നു വിട്ടിട്ട് ഒരു ഒഴിഞ്ഞ കൂടിന്റെ ഉടമസ്ഥനായിട്ട് പിന്നെ ഞാൻ എങ്ങനെയാ ജീവനോടെ? കൂടൊഴിഞ്ഞു പോകുന്ന നിങ്ങളെന്ന പക്ഷികളുടെ ചിറകില ഹരിയേട്ടന്റെ ജീവനും ജീവിതവും. ഹരിയേട്ടൻ ഇങ്ങനെ ആയിപ്പോയി. ആഹാ, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെ, അമ്മ വല്ലതും പറഞ്ഞായിരുന്നു മോളെ? എന്താ അങ്കിളെ? അല്ല, കാശിന്റെ കാര്യമാ. ഓ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മ വല്ല മീറ്റിംഗിലും ആയിരിക്കും. ആ, പിന്നെ മോളിങ്ങനെ ഇവിടെ മുറിയിൽ തന്നെ എപ്പോഴും ചടഞ്ഞുകൂടിയിരിക്കുന്ന എന്തിനാ? താഴത്തേക്കൊക്കെ ഒന്ന് വന്ന് വേണുവിന്റെ അടുത്തൊക്കെ ഒന്ന് ഇരിക്കേ. അവനോട് വല്ലതൊക്കെ സംസാരിക്കുവോ, മുറ്റത്തോടെ കൊണ്ടു നടക്കുവോ ഒക്കെ ഒന്ന് ചെയ്യേ. എന്നാലല്ലേ അവനും ഒരു സന്തോഷമാവൂ. ഓ, ഞാൻ താഴേക്ക് വരുന്നതും വേണുവിന്റെ അടുക്ക പെരുമാറുന്നതും ഒക്കെ ഇഷ്ടമില്ലാത്ത ചിലരുണ്ടല്ലോ ഇവിടെ. ഞാൻ എന്തിനാ വെറുതെ അവരുടെ തല്ലുകൊള്ളുന്നേ? പിന്നെ എന്റെ ഗീതുമോളെ തല്ലാനോ? ഈ അങ്കിൾ ഇവിടെ ഉള്ളപ്പോഴോ? നല്ല കാര്യമായി. തല്ലാൻ പോയിട്ടേ ഓളുടെ ദേഹത്തൊന്നും തൊട്ടു നോക്കട്ടെ. ചവിട്ടി കൂട്ടി കൊന്നുകളെ എല്ലാത്തിനെ ഞാൻ. എന്ത് ഓക്ക് വിശ്വാസമായില്ലേ? അതേ, ഗീതുമോൾക്ക് വേണ്ടി അംബികയെ കൊന്നുകളയാൻ പോലും റെഡിയായിട്ട് നിൽക്കുക ഈ അങ്കിള്. അതറിയാമോ? അത്രയ്ക്ക് ഇഷ്ടമാ എനിക്ക് മോളെ. പിന്നെ ഇഷ്ടം ആർക്കും എന്നോട് ഒരു ഇഷ്ടവും ഇല്ല. നാടൊട്ട് കഴിഞ്ഞാടി നടന്നവളെ എടുത്ത് തലേ വെക്കാൻ ഒരു മടിയില്ലല്ലോ ഇവിടെ ഉള്ളവർക്ക്. അംബികയെ ഒന്ന് തറപ്പിച്ചു നോക്കിയാലോ, ഒരു വാക്കുറക്ക പറഞ്ഞാലോ ആ നിമിഷം ചാടി വീഴുമല്ലോ സാവിത്രി ആന്റി. അംബിക വിളിക്കും പോലെ അമ്മയെന്ന് തന്നെയല്ലേ ഞാനും വിളിക്കുന്നത്. എന്നിട്ടും അങ്കിളിനറിയോ, ഈ വീട്ടിൽ വന്നാൽ പിന്നെ സ്നേഹത്തോടെ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. എന്ത് ചെയ്താലും കുറ്റം. എന്റെ സങ്കടവും വിഷമവും ഒന്നും ഞാൻ ആരെയും അറിയിക്കാറില്ലെന്നേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ മരിക്കാൻ വരെ തോന്നിയിട്ടുണ്ട്. എന്റെ കുഞ്ഞെ, അരുതാത്ത ചിന്തയൊന്നും വേണ്ട. പിന്നെ ഞാൻ എന്തിനാ അങ്കിളെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്? എത്ര വട്ടം എന്റെ അമ്മ നമ്മളെ വീട്ടിൽ പോകാൻ എന്നെ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഇതിനേക്കാളൊക്കെ
എല്ലാ സൗകര്യവും സുഖവും എനിക്ക് എന്റെ വീട്ടിലുണ്ട്. പിന്നല്ലാതെ അത് വീടാണോ? കൊട്ടാരം ഇല്ലയോ കൊട്ടാരം? എന്നിട്ടും ഞാൻ എന്റെ വീട്ടിൽ പോകാത്ത എന്താന്ന് അങ്കിളിന് അറിയോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്ക് ഈ വീട്ടിൽ വേണുവിനോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടാ. എന്റെ വയറ്റില് വേണുവിന്റെ സാവിത്രി ആന്റി എന്നെ തള്ളിക്കളഞ്ഞോട്ടെ, പക്ഷെ ഈ കുഞ്ഞിനെ എടുത്ത് കളയാനാവോ? ഇതിനോടെങ്കിലും ഇത്തിരി സ്നേഹം കാണിച്ചൂടെ? ഒക്കെ ശരിയാവും മോളെ. എന്റെ മോള് വിഷമിക്കാതെ. ആര് സ്നേഹിച്ചില്ലെന്താ? ഈ അങ്കിൾ സ്നേഹിക്കുന്നില്ലയോ നിന്നെ? ആ അമ്പിയ എന്ന് പറഞ്ഞ നശൂലത്തെ ഒഴിവാക്കി തന്നേക്ക ഈ അങ്കിൾ പോരെ.